ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ ഫാമിലി ഡേ ആണ്, അന്തർദേശീയ കുടുംബദിനം. 1994 UN പൊതുസഭ എല്ലാ വർഷവും മെയ് 15 ഇൻ്റർനാഷണൽ ഫാമിലി ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. എന്താണ് ഫാമിലി? എ ഗ്രൂപ്പ് ഓഫ് 1 or 2 persons റിലേറ്റഡ് ബൈ ബർത്ത് ഓർ മാരേജ്. എന്താണ് ഫാമിലിയുടെ ഫുൾ ഫോം അറിയോ? FAMILY. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. നമ്മളെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തുകൊണ്ട് വേഴാമ്പലം തിരഞ്ഞെടുത്തു? കാര്യം ആ വേഴാമ്പൽ പക്ഷിയുടെ കുടുംബ ബന്ധത്തിൻ്റെ ആഴം അത്രയ്ക്കാണ്. ഒരു വേഴാമ്പൽ പക്ഷി അതിൻ്റെ പ്രജന സമയത്ത് മുട്ടയുടെ മുകളിൽ അടയിരിക്കുമ്പോൾ അതിൻ്റെ ആൺപക്ഷി പുറത്തു പോയി ആഹാരം അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് ഈ കൂട് ചെറിയ ചെറിയ കമ്പിളൊക്കെ വെച്ച് അടച്ചിട്ടാണ് പോകണം. ഈ ആൺപക്ഷി ഈ ആഹാരം തേടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ പെൺപക്ഷി പുറത്തിറങ്ങില്ല. അതിൻ്റെ അകത്തിരുന്ന് തന്നെ അത് മരിക്കും. അത്രയ്ക്ക് ബന്ധമാണുള്ളത് അതിനെ കാണാനിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായിട്ട് വേഴാമ്പലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളുമാണ്. അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ ഈ ആധുനിക സമയത്ത് ഏറ്റവും കുറവ് കമ്മ്യൂണിക്കേഷനാണ്. അതിൻ്റെ പ്രധാന കാര്യം മൊബൈലിൻ്റെ വരവ് തന്നെയാണ്. ആ നീല സ്ക്രീനിൻ്റെ ഓവറായിട്ടുള്ള ഉപയോഗം തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ കുറവ്. പിന്നെ മക്കൾ ജീവിത മൂല്യങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്, ബുക്കുകളിൽ നിന്ന് മാത്രമല്ല. അത് പകർന്നു കൊടുക്കേണ്ടത് അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയും കാണിക്കുന്ന സ്നേഹം, അവരുടെ പ്രവൃത്തികൾ, ആ ഓരോ പ്രവൃത്തിയും മക്കൾ അതൊരു ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉള്ളിൽ അതവർ പഠിക്കുന്നുണ്ട്. അത് പിന്നെ അവർ പുറത്തെടുക്കുകയും ചെയ്യും. ചിലരുടെയൊക്കെ ചില മക്കളുടെ ചോദിച്ചാൽ റോൾ മോഡൽ ആരുടെന്ന് വെച്ചാൽ അമ്മയാണെന്ന് പറയും, അല്ലെങ്കിൽ അച്ഛനാണെന്ന് പറയും. അച്ഛനും അമ്മയും ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ മക്കളായ നമ്മൾ പൂക്കളാണ്. ഈ മക്കളായ നമ്മൾ പൂക്കൾ അറിഞ്ഞിട്ടില്ല അച്ഛനും അമ്മ എന്ന വേര് എടുത്ത കയ്പിനീര് ഇല്ലേ? അവരൊത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച മക്കളായ നമ്മളെയൊക്കെ അവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അവർ സഞ്ചരിച്ച പാതയിലൂടെ, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ച പാതയിലൂടെ തിരിച്ച് നടന്നാലറിയാം അവരെത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മളെയൊക്കെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഒന്നും കൂടി ഞാൻ എൻ്റെ ഇൻ്റർനാഷണൽ കുടുംബദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.